അറസ്റ്റിലായ ആയമാരെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. അവിടുന്ന് കോടതിയിൽ ഹാജരാക്കാനായി അവരെ കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അജിത, സിന്ധു, മഹേശ്വരി എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ള 3 പേർ. അതിൽ അജിതയാണ് ഈ കൃത്യം ചെയ്തത്, കുഞ്ഞിനെ മുറിവേൽപ്പിച്ചത്. മറ്റ് 2 പേരെ ഇത് അറിഞ്ഞിട്ടും മറച്ചുവെച്ചു എന്നതാണ് അവർക്കെതിരായ കുറ്റം. അവരെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോകുന്നു. അതിൽ നീല ഷാൾ ധരിച്ച ആളാണ് അജിത എന്നാണ് അറിയുന്നത്. മറ്റൊരാൾ സിന്ധു, ഒരാൾ മഹേശ്വരി. നേരത്തെ അല്പം മിനിറ്റുകൾക്ക് മുമ്പ്, ഏകദേശം ഒരു അരമണിക്കൂർ മുൻപ് ശിശുക്ഷേമ സമിതിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരു പ്രതിഷേധ മാർച്ച് കണ്ടിരുന്നു. അവസാനം പോലീസിന് അവരെ ബലപ്രയോഗത്തിലൂടെ തന്നെ മാറ്റേണ്ടി വന്നു. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുള്ള പ്രകടനം. അതിനു മുൻപ് അരുൺ ഗോപി, ശിശുക്ഷേമ സമിതി സെക്രട്ടറി, കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു. 7 പേർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. 7 പേരെ ചുമതലയിൽ നിന്ന് മാറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തുടർന്ന് പോലീസിൻ്റെ നടപടികൾക്കായി എല്ലാവിധ കാര്യങ്ങളും കൈമാറുമെന്നും CCTV ദൃശ്യങ്ങളടക്കം പോലീസ് കൃത്യമായി പരിശോധിക്കുമെന്നും അരുൺ ഗോപി പറയുകയുണ്ടായി. അതിനുശേഷം അതിന് കുറച്ച് മുൻപാണ് ഇവരെ 3 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് മ്യൂസിയം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ അവരെ കോടതിയിലേക്ക് ഹാജരാക്കാനായി കൊണ്ടുപോവുകയാണ്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായിട്ട്. സ്റ്റെഫിൻ, അവരെ 3 പേരെയും കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു. മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു പോലീസ് വേഗത്തിൽ. ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ കാര്യങ്ങളൊക്കെ വ്യക്തമായി കാണുമല്ലേ? തീർച്ചയായിട്ടും ദിവിഷ, ഈ ചോദ്യം ചെയ്യലിൽ അതിനിർണായകമായിരുന്നു. പ്രത്യേകിച്ചും ഈ 3 പേർക്കും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പങ്ക് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ടതുണ്ട്. അതിന് വിശദമായി 3 പേരെയും ചോദ്യം ചെയ്തു, ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തു. അതിനുശേഷം ഓരോരുത്തരെയായി ഇരുത്തി കാര്യങ്ങൾ തിരക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഏതായാലും കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി 3 പ്രതികളെയും ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്നും കൊണ്ടുപോയിരിക്കുകയാണ്. ഇനി ആ ഒരു നടപടിക്രമം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഏതായാലും കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ പോക്സോ കേസും അതോടൊപ്പം പോക്സോ വകുപ്പും അതോടൊപ്പം ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റും ഒക്കെ ചുമത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ 3 പ്രതികളെയും ഇന്ന് റിമാൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. അതിനുശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയുള്ള ചോദ്യം ചെയ്യലും മറ്റ് നടപടികളിലേക്കും ഒക്കെ ആയിരിക്കും പോലീസ് കടക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാവുക. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി CWCയിലടക്കം വിശദമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണമായിരിക്കും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാഥമികമായി പോലീസ് ചോദ്യം ചെയ്യലിൽ നിന്ന് മനസ്സിലായത് അജിതയാണ്, ഈ കേസുമായി ബന്ധപ്പെട്ട് അജിതയാണ് കുട്ടിയെ ഉപദ്രവിച്ചത് എന്നുള്ളതാണ്. നഖം കൊണ്ട് മുറിവേൽപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനനേന്ദ്രിയത്തിലും അതോടൊപ്പം തന്നെ കുട്ടിയുടെ പിറകു ഭാഗത്തും മുറിവിൻ്റെ പാടുണ്ട്. അതിനെ തുടർന്നാണ് CWC പോലീസിനെ തന്നെ സമീപിക്കുകയും തുടർന്ന് അറസ്റ്റിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് മാറുകയും ചെയ്തത്. മറ്റ് 2 പേർ ഈ കാര്യം അറിഞ്ഞിട്ടും മറച്ചു വെച്ചു എന്നുള്ളതാണ് അവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. ഏതായാലും വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ 3 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ 3 പ്രതികളെയും ഹാജരാക്കും. അതിനുശേഷം റിമാൻഡ് ചെയ്യും. ദിവിഷ. ശരി, 3 പേരെയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോടതിയിലേക്ക് ഹാജരാക്കാനായി കൊണ്ടുപോവുകയാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവരെ റിമാൻഡ് ചെയ്യും. എന്തായാലും ചോദ്യം ചെയ്യലിൽ തന്നെ കൂടുതൽ ഇപ്പോൾ പോലീസിന് വലിയൊരു വിശദമായ ചോദ്യം ചെയ്യലിൻ്റെ ഒന്നും സാധ്യതയില്ല. അതിനു മുമ്പേ തന്നെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യതയാണ്. അജിതയാണ് കുഞ്ഞിനെ മുറിവേൽപ്പിച്ചത്. മറ്റു 2 പേർ മുറിവേൽപ്പിക്കുകയായിരുന്നു. 2 മുറിവുകളാണ് ഈ കുട്ടിക്കുള്ളത്. അജിതയോടൊപ്പമുള്ള മറ്റു 2 പേർ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടും അത് മറച്ചു വെക്കുകയായിരുന്നു. ശിശുക്ഷേമ സമിതി പക്ഷേ 7 പേർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ അരുൺ ഗോപിയുടെ ഒരു പ്രതികരണം ഇപ്പോൾ വരുന്നത് ഈ സമരത്തിനെതിരെയാണ്. അതായത് ഞങ്ങളുടെ കുട്ടികൾ ഉറങ്ങുന്ന സ്ഥലമാണ്, അതിനിടയിലാണ് പെട്ടെന്ന് പ്രതിഷേധക്കാർ വരുന്നത്. അത് പക്ഷേ ഒരു ന്യായമായൊരു പ്രതികരണമായി തോന്നി. കാരണം പെട്ടെന്ന് ആളുകളെല്ലാം കൂടി തിങ്ങിക്കയറി, ശരിയാണ്, ഇങ്ങനെ ഒരു സംഭവത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അവിടെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അവരെ വല്ലാതെ അവരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ അസ്വസ്ഥരാക്കുന്ന രീതിയിൽ, കാരണം ഇവിടെ മുഴുവൻ എന്തോ പ്രശ്നമാണെന്ന് തോന്നിയാൽ ആ കുഞ്ഞുങ്ങളുടെ അവിടുത്തെ ജീവിതമാണ് ബുദ്ധിമുട്ടിലാകുന്നത്. അപ്പോൾ ആ രീതിയിൽ പ്രതിഷേധമൊക്കെ നല്ലതാണ്. അത് അതിൻ്റേതായ ഒരു അതിർത്തികളിൽ നിന്ന് ചെയ്താൽ ഉപകാരമായിരുന്നു. അവിടെ ഉള്ള കുഞ്ഞുങ്ങളുടെ ഒരു മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കി വേണം പ്രതിഷേധ പരിപാടികളെന്നാണ് അരുൺ ഗോപി പറഞ്ഞത്. അത് ഒരു കണക്കിന് ശരിയാണ് എന്നാണ് കരുതുന്നത്. നേരത്തെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ ബഹളവുമായി അങ്ങോട്ടേക്ക് ഇടിച്ചു കയറിയ സംഘർഷമുണ്ടായത്.